അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഈ ചരിത്രങ്ങൾ പറയുന്ന സമയത്ത് അത് എഴുതിയ പല ആളുകളും അദ്ദേഹത്തിന്റെ മാതാവായിരുന്ന സാറ ബിന്ത് ഇബ്രാഹിമുൽ ജുഹൈമി അൽ ഖബാനി സഹലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ച് എടുത്തു പറയലുണ്ട്. സ്ത്രീകളായ സഹോദരിമാരിത് കേൾക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ ചരിത്രങ്ങൾ നിങ്ങൾ മാതൃകയാക്കാൻ തയ്യാറാവണം. ഒരു പെണ്ണിന് ദഅവത്ത് എങ്ങനെ നടത്താൻ കഴിയുക? ജമാഅത്ത് ഇസ്ലാമിക്കാരെ പോലത്തെ ആളുകൾ, അതേപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾ അന്യ പുരുഷന്മാരുടെ മുന്നിൽ വന്നിട്ട് അവർക്ക് ദഅവത്ത് എന്ന് പറഞ്ഞ് സ്റ്റേജുകളിലും മറ്റും വന്ന് ഹിജാബുമില്ല, അതേപോലെ സൂക്ഷ്മതയുമില്ലാതെ ദഅവത്ത് എന്ന് പറഞ്ഞ് വരുന്ന പെണ്ണുങ്ങൾ, സ്ത്രീകൾ ഇതുപോലത്തെ ചരിത്രങ്ങൾ കേട്ട് ഇതിൽ നിന്ന് മാതൃകയാക്കണം. നിങ്ങൾക്ക് ദഅവത്ത് നടത്താൻ കഴിയുമോ? നിങ്ങളെ കൊണ്ട് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് സാറ ബിന്ത് ഇബ്രാഹിമുൽ ജുഹൈമി എന്നായിരുന്നു. അൽ ഖബാനി സഹലിയ കുടുംബത്തിൽപ്പെട്ട റഹ്മഹല്ലാ. പിതാവ് അഥവാ ഭർത്താവ് ഈ കുട്ടിയുടെ 7-8 വയസ്സിൽ വഫാത്താകാണ്, മരണപ്പെടുകയാണ്. പിന്നീട് ഈ കുട്ടിയെയും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹോദരിമാരെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ഈ മാതാവാണ്. അങ്ങനെ അവർ ഈ കുടുംബത്തിന്റെ ഈ കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് എങ്ങനെ ഇവരെ വളർത്തി എന്നുള്ളത് കേട്ടു നോക്കി നിങ്ങൾ. അവരുടെ പേരമകൻ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ഒരിക്കൽ അദ്ദേഹം പറയാണ്, ഈ പറയുന്ന ഷെയ്ഖ് ഞങ്ങളുടെ പിതൃവ്യനായ അബ്ദുൽ അസീസ് റഹ്മഹുല്ല അദ്ദേഹത്തിനെ ഈ നിലക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിൽ ചെറുപ്പം മുതൽ അവരുടെ മാതാവിന് വലിയ കൈയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ഒരിക്കൽ, അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവിന്റെ സഹോദരൻ ഒരിക്കൽ കുട്ടികളെ കൂടെ പള്ളിയിൽ വരെ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം മിമ്പറിൽ കയറിയിട്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഖുത്ബ നിർവഹിക്കുന്ന രംഗം. ചില കുട്ടികളൊക്കെ ആരുമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിമ്പറിലൊക്കെ കയറി ഖത്തീബാകാനൊക്കെ ശ്രമം നടത്തും, അവർക്കുള്ള താല്പര്യമായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ രംഗം കണ്ടപ്പോൾ ഈ പിതൃവ്യനായ ആള് ഭാര്യയുടെ, കുട്ടിന്റെ മാതാവിന്റെ അടുത്ത് ചെന്നിട്ട്, സഹോദരന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിന്റെ കുട്ടി പള്ളിയിൽ വെച്ചിട്ട് കളിക്കുന്ന രംഗ ഞാൻ കണ്ടത്, എനിക്കത് വല്ലാത്ത പ്രയാസമുണ്ടായി, അവന് ശ്രദ്ധിക്കണം എന്ന് അവരോട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മാതാവ് ആ പറയുന്ന ഭർത്താവിന്റെ സഹോദരനോട്, പിതൃവ്യനോട് പറഞ്ഞു, അസ്അലുല്ലാഹ അൻ യുഹ്യീക ഹത്താ തുസല്ലി ഖൽഫഹു ഫിൽ ജാമിഉൽ കബീർ. ആ വലിയ പള്ളിയിൽ അവൻ ഇമാമ നിന്ന് അവന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്നതുവരെ അള്ളാഹുവിന് എനിക്ക് ഹയാത്ത് നൽകട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അവൻ അവിടെ വെച്ച് ആ മിമ്പർ വെച്ച് ഖുതുബ പറയും. ശരിക്കും യഥാർത്ഥത്തിൽ ആ രംഗം കണ്ടിട്ട് അള്ളാഹുവിനെ മരിപ്പിച്ചാൽ മതി, അതുവരെ അള്ളാഹുവിന് എനിക്ക് ഹയാത്ത് നൽകട്ടെ എന്ന മാതാവ് അവിടെ വെച്ച് ദുആ ചെയ്തു എന്നുള്ളതാണ്. വഖദ് തഹഖഖത് ദഅവതുഹ, അവരുടെ ദുആ അത് ഫലിച്ചു, അള്ളാഹു അത് ഖബൂലാക്കി സ്വീകരിച്ചു. ഫസാറ അൽ മുഫ്തി ഇമാമൻ വ ഖതീബൻ യുസല്ലി ലിന്നാസി ഖൽഫഹു വമിൻഹും അമ്മുഹു റഹിമഹുമുല്ലാഹ്. അങ്ങനെ കുട്ടി വലുതായി ആ പറയുന്ന മസ്ജിദുൽ ജാമിയിൽ റിയാദുള്ള പള്ളിയിൽ ഇമാമും ഖത്തീബുമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ പറയുന്ന പിതൃവ്യനും അദ്ദേഹത്തിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ഒരു ദിവസം അവർക്ക് കഴിഞ്ഞുപോയി. കാനത്ത് ഹരീസത്തൻ അല അഖദിഹി ലി മസ്ജിദിൽ അമീർ നാസിർ ഫിർ റിയാദ്. റിയാദുള്ള മസ്ജിദുൽ അമീർ നാസിർ എന്ന പേരുള്ള പള്ളിയിലേക്ക്, അവരുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലേക്ക് ഈ കുട്ടിയെ ഈ മാതാവ് കൊണ്ടുപോകുമായിരുന്നു. അതാ ഈ സ്വലാത്തിൽ ഫജ്ർ നിസ്കരിക്കാൻ വേണ്ടി. ചെറിയ കുട്ടിയാണ്, അപ്പോൾ സഹായിയായിട്ട്. ഇമാം അഹമ്മദിന്റെ മാതാവിനെ കുറിച്ചും ഇതുപോലത്തെ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടുന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. പള്ളിയിലേക്ക് ഫജ്റിന് പോകുന്ന സമയത്ത് മാതാവ് കൂടെ പോകുമായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് കുട്ടി തിരിച്ചു വരുന്നതുവരെ അവിടെ അവർ കാത്തു നിൽക്കലുണ്ടായിരുന്നു. അതേ പണി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് കുട്ടി മടങ്ങി വരുന്നതുവരെ ആ മാതാവ് അവിടെ പ്രതീക്ഷ കാത്തു നിൽക്കും. അത്രത്തോളം സൂക്ഷ്മതയുണ്ടായിരുന്നു. അങ്ങനെ വഫീ ശബാബിഹി ലമ്മ ഉസീബ ബിബസരിഹി, 10-20 വയസ്സാകാൻ സമയത്ത് മഹാനായി പണ്ഡിതന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. സൗദി അറേബ്യയിലുണ്ടായിരുന്ന മുഫ്തിയായിരുന്ന ഈ പറയുന്ന അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് അന്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പുണ്ടായിരുന്ന സമാഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അന്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് അദ്ദേഹവും അന്ധനായിരുന്നു. ഈ മനുഷ്യന്മാർക്കൊക്കെ മനുഷ്യന്മാരായ നമ്മളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള കണ്ണുകളില്ല എന്നുള്ളതാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്ത ബസീറത്ത്, അഹങ്കാഴ്ച, അത് 10,000 കണ്ണുള്ള ആളുകളിലേറെ ലോകത്ത് ജീവിക്കുന്നയും മരിച്ചുപോയും മരിക്കാനിരിക്കുന്ന ആളുകൾക്ക് കാഴ്ച നൽകി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അവരെ പോലത്തെ അന്ധരായിരിക്കും ഒരു പക്ഷേ പല ആളുകളും കണ്ണുള്ള ആളുകളായി ജീവിക്കുന്നതിലേറെ നല്ലത് എന്ന് തോന്നും. ഇങ്ങനത്തെ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയിരുന്നു. യഥാർത്ഥ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും അവർക്ക് ഇൽമും ബസീറത്തും അള്ളാഹു നൽകി. അവർക്കും മറ്റുള്ള ആളുകൾക്കും ദുന്യാവിലും ആഖിറത്തിലുമുള്ള വഴി തെളിയിച്ചു കൊടുക്കാൻ അവരെ അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകി. മുന്നിൽ നടക്കാനുള്ള സഹായം അള്ളാഹു ആദരവർക്ക് നൽകി എന്നുള്ളത്. അങ്ങനെ കണ്ണിന്റെ കാഴ്ച കുട്ടിക്ക് മകന് നഷ്ടപ്പെട്ടപ്പോൾ ആ മാതാവ് അവരുടെ കഴിവിന്റെ പരിധിയിൽപ്പെട്ട സകല ചികിത്സാ മാർഗങ്ങളും അവർ ശ്രമിച്ചു. അങ്ങനെ പിന്നെ സ്വിറ്റ്സർലൻഡിലുള്ള ഒരു ഡോക്ടറെ കുറിച്ച് കേട്ട സമയത്ത് അവരോട് പറഞ്ഞത്, എൻ്റെ കണ്ണൊന്നെടുത്തിട്ട് എൻ്റെ മകന് വെച്ചു കൊടുത്ത് അതുകൊണ്ട് കാഴ്ച കിട്ടും എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്.
അപ്പോൾ വിദഗ്ധനായ ആ മനുഷ്യൻ, സ്വിറ്റ്സർലൻഡിലുള്ള ആ ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ട് കാര്യമില്ല, അവൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, നിങ്ങളങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവർ പിന്മാറിയത്. ഈ മാതാവ് 1436 വർഷത്തിലാണ് അവർ മരണപ്പെടുന്നത്. ഏകദേശം 100ഓളം വയസ്സ് അവർക്കുണ്ടായിരുന്നു. വഖദ് ഉരിഫത്ത് ബിൽ ഇബാദത്തി വൽ ഹിർസി അലൽ ഹജ്ജ്, ധാരാളം ഇബാദത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ധാരാളം ഹജ്ജ് അവർ നിർവഹിച്ചിരുന്നു. ഹജ്ജത്ത് 40 ഹജ്ജത്തൻ, 40 ഹജ്ജ് അവരുടെ ജീവിതത്തിൽ അവർ നിർവഹിച്ചിട്ടുണ്ട്. ഭർത്താവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു, പരീക്ഷണങ്ങളും അവർക്കും നേരിട്ടു. പക്ഷെ അവരതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉപകാരപ്രദമായ നിലക്ക് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്.